പ്രിയമുള്ളവരെല്ലാവർക്കും നമസ്കാരം. മനസ്സിനെ അറിയാൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അറിയുന്ന വിഷയം ജീവിതം കൈവിട്ടു പോകുന്നു എന്നൊരവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഉണ്ടോന്നോ അല്ലേ? ബഹുഭൂരിപക്ഷം ആൾക്കാരും പറയാറുണ്ട്, അനുഭവിക്കുന്നുണ്ട്. ഇനിയും ഒരു മടങ്ങി വരവ് ഉണ്ടാവില്ല, ഇതോടെല്ലാം തീർന്നടാ നീ തീർന്നു എന്നകത്തു നിന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പല പല സാഹചര്യങ്ങളാൽ പ്രതിസന്ധികളാൽ വഴിമുട്ടി നിൽക്കുമ്പോൾ ഇനി എന്ത് ഒരു പ്രതിവിധി എന്ന് കാണാൻ പറ്റാതെ വരുമ്പോൾ നിസ്സഹായരായി ഈ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടി പോവുക, നിൽക്കുന്ന പരിസ്ഥിതിയിൽ നിൽക്കാൻ പറ്റാതെ ഒന്നുമില്ലെങ്കിൽ മനസ്സുകൊണ്ട് വിട്ട് ജീവിക്കുന്നു ആ പരിസ്ഥിതിയിൽ, അല്ലെങ്കിൽ ശരീരം കൊണ്ട് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കാം എന്ന് വരെ തോന്നത്തക്ക രീതിയിലുള്ള അസന്നിഗ്ധമായിട്ടുള്ള മുഹൂർത്തങ്ങൾ പലപ്പോഴും പല വേളകളിലും പല വ്യക്തികളിലും ഉണ്ടായിട്ടുമുണ്ട്. ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന ഒരുപാട് വിജയിച്ചു നിൽക്കുന്നവരെ ഉണ്ടാകാം. അവരുടെയൊക്കെ പിന്നിലും ഉണ്ടാകും ഇതേപോലെയുള്ള ചില കഥകൾ. മരണത്തെ മുഖാമുഖം കണ്ട ശേഷം തിരിച്ചൊരു വരവുണ്ട്. ആ വരവിലൂടെയാണ് അവർ ഉയർത്തെഴുന്നേറ്റത്. പിന്നീട് ഉജ്ജ്വലമായിട്ടായിരിക്കും അവർ ഈ ലോകത്ത് ജീവിക്കുക. അപ്പം വിശ്വാസം കൈവിടരുത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ആത്മഹത്യയുടെ വങ്കത്ത് വരെ എത്തിയിട്ട് അവസാന ശ്രമം എന്നുള്ളതിലേക്ക് നമ്മുടെ സെൻറ്ററിലേക്ക് എത്തപ്പെടുകയും എന്നോട് അവരുടെ വിവരങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ പേഴ്സണലായിട്ട് ഡിസ്കസ് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില സിഗ്നലുകൾ ചില നേരങ്ങളിൽ ലഭിക്കുമ്പോൾ ആ ഒരു തിരിച്ചറിവിലൂടെ ജീവിതത്തിലേക്ക് തിരികെ വന്ന് ഉജ്ജ്വലമായി പോയിക്കൊണ്ടിരിക്കുന്ന നിരവധി ആൾക്കാരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനാവും. അതിൻ്റെയൊക്കെ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. നമുക്കിവിടെ എന്തെല്ലാം വിഷമങ്ങളും വൈഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഇപ്പോൾ നിങ്ങൾ നേരിടുന്നുണ്ടോ, അത് വ്യക്തിപരമായി അല്ലെങ്കിൽ മറ്റു വ്യക്തികളെക്കുറിച്ചും സാഹചര്യങ്ങളെ കൊണ്ടും ഇനി ആരോഗ്യകരമായ പ്രശ്നങ്ങളാലാണോ, നിങ്ങളുടെ ഇപ്പോഴത്തെ ദുസ്സഹാവസ്ഥ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ളതാണോ, വ്യക്തിബന്ധങ്ങൾ മുഖാന്തരമുള്ളതാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളാലാണോ, ഇങ്ങനെ പ്രതിസന്ധികൾ വ്യത്യസ്തമാണ് ഓരോരുത്തർക്കും, അല്ലേ? എന്തു തന്നെ ആയിക്കോട്ടെ, അതിനൊക്കെയുള്ള പരിഹാരവും ഇവിടെ തന്നെയുണ്ട്, നമുക്ക് ചുറ്റും തന്നെയുണ്ട്. അപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അത് എൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് സാറേ? നിങ്ങളുടെ കാര്യത്തിലെന്നല്ല, എല്ലാവരുടെ കാര്യത്തിലും നമുക്ക് ചുറ്റും അതിനുള്ള പരിഹാരമുണ്ടെന്ന് ആദ്യം ചിന്തിക്കുക. ഇപ്പം ഇതൊന്നും ആ തക്ക സമയത്ത് ഓർക്കാതെ വരുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഇഷ്യൂവിനെ പറ്റി മാത്രം ചിന്തിച്ച് പരിഹാരത്തിൻ്റെ ഒരു വെളിച്ചം പോലും കാണാതെ വലിയ അബദ്ധത്തിൽ ജീവിക്കേണ്ടി വരും. ഞാനിത് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ എന്നിലേക്ക് വന്നിട്ടുള്ള ഒരു കേസ് സ്റ്റഡി, നല്ല കേസ് ഹിസ്റ്ററി നിങ്ങളുമായിട്ട് ചെറുതായിട്ട് ബ്രീഫായിട്ട് ഒന്ന് പങ്കുവെക്കാം. ഇവരൊരു ലേഡിയാണ്, വളരെ സാമർഥ്യവും ചുറിയുറുക്കും ഒക്കെയുള്ള ഒരു സ്ത്രീയാണ്. യൂറോപ്യൻ കൺട്രിയിലാണ് താമസിക്കുന്നത്. ഇപ്പം ഹസ്ബൻഡും കുട്ടിയും ഇവരും. ഇവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, എന്നാൽ തന്നെ നാട്ടിൽ അത്യാവശ്യം ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് പോയതാണ്. ഹസ്ബൻഡ് അവിടെ വളരെ വലിയൊരു ബിസിനസ് മാനാണ്, നല്ലോണം പൈസ ഉണ്ടാക്കുന്നുണ്ട്. പൈസയൊക്കെ കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ കഷ്ടിച്ച് കൊടുക്കും, കുട്ടിയുടെ പഠന കാര്യങ്ങളൊക്കെ നോക്കും. പക്ഷേ ഇവരെ ഒരു കാരണവശാലും വേണ്ട രീതിയിൽ കെയറോ കരുതലോ ഒന്നും കൊടുക്കില്ല എന്ന് മാത്രമല്ല, അവസരം കിട്ടുമ്പോഴൊക്കെ ഇവരെ കുത്തുവർത്തമാനങ്ങളൊക്കെ പറയുക. ഈ പൈസയാണെന്ന് പറഞ്ഞാൽ തന്നെ എണ്ണി തിട്ടപ്പെടുത്തിയേ കൊടുക്കുകയുള്ളൂ. അതിനെല്ലാം വലിയ കണക്കാണ്. അല്ലാതെ പല പല കാര്യങ്ങൾക്കും പുള്ളി ഒരുപാട് ലാവിഷായിട്ട് ചിലവാക്കും. അത് ഞാൻ ജീവിക്കുന്ന എനിക്ക് വേണ്ടി എന്നുള്ളൊരു കൺസെപ്റ്റാണ് പുള്ളിക്ക്. ചിലരങ്ങനെയാണല്ലോ. പക്ഷെ ഇവരെന്നാൽ വേറെ ജോലിക്ക് വന്നിച്ചാൽ സമ്മതിക്കില്ല. എന്നാൽ അല്പം ആശ്വാസത്തിനായിട്ട് പുറത്ത് സാമൂഹികപരമായ പ്രവർത്തനങ്ങളിലൊക്കെ ഒന്ന് ഏർപ്പെട്ട് നോക്കി. അടുത്തുള്ള ക്ലബിലൊക്കെ അംഗമായി. അവിടെയും അധികമൊന്നും പുള്ളി പോകാൻ അനുവദിക്കില്ല. ഒരു കൂട്ടിലടച്ച പക്ഷിയെ പോലെ കഴിയുകയാണ്. എന്നാൽ മോനുണ്ട്, മോന് +2 കഴിഞ്ഞെങ്കിലും അവൻ്റെ ലോകത്തും അവൻ്റെ കാര്യത്തിൽ വല്ലപ്പോഴും മാത്രമേ എന്തെങ്കിലും സംസാരിക്കാറുള്ളൂ. അപ്പോൾ തികച്ചും ഒറ്റപ്പെട്ടൊരവസ്ഥ. ഈ സന്ദർഭത്തിലാണ് ഇവർക്ക് നല്ല കരുതലും കെയറും ലഭിക്കും എന്ന് ആദ്യം തോന്നിയ ഒരു റിലേഷൻഷിപ്പ് എത്തപ്പെടുകയാണ് അവിടെ വെച്ച്. അയാളാണെങ്കിൽ ആ സാമൂഹിക വ്യവസ്ഥിതിയിൽ, ആ ക്ലബിൽ, ആ പ്രസ്ഥാനത്തിൽ, ആ അസോസിയേഷൻ നല്ലോണം ആക്റ്റീവായിട്ടൊരു മെമ്പറാണ്. അയക്കും ഹസ്ബൻഡും അല്ല അയക്കും വൈഫും കുട്ടികളൊക്കെ ഉള്ളതാണ്.
അയാൾ നല്ലൊരു മനുഷ്യനായിട്ടാണ് ആദ്യം തോന്നുന്നത്. അപ്പോൾ ഇവരുടെ അവസ്ഥ പൂർണ്ണമായിട്ടും അറിയുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇവർ പലതും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തു ഇവരുടെ കുടുംബത്തിലെ അവസ്ഥയ്ക്ക്. ഇത് കൃത്യമായി ഇദ്ദേഹം മനസ്സിലാക്കി ഇവർക്ക് വേണ്ട കെയറും സംരക്ഷണവും അനുകമ്പയൊക്കെ കൊടുത്ത് അയാളിലേക്ക് കൂടുതൽ ആകർഷിപ്പിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഇവർക്ക് വിചാരിച്ചു ദൈവം തന്ന ഒരു വലിയ മുഹൂർത്തമാണല്ലോ, സന്ദർഭമാണല്ലോ, എവിടുന്നെങ്കിലും സ്നേഹത്തിന് വേണ്ടി ദാഹിച്ച് നടന്നല്ലേ. പതുക്കെ പതുക്കെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിലായി, അതങ്ങേ അറ്റം വരെയായി. ഈ സന്ദർഭത്തിൽ പിന്നീട് അടുത്തടുത്ത് പറഞ്ഞപ്പോൾ ഈ വ്യക്തിയും പതുക്കെ ഇവരിൽ നിന്നും അകലാൻ തുടങ്ങി. അങ്ങനെയാണല്ലോ അല്ലേ, പലപ്പോഴും നമ്മൾ ബാഹ്യമായിട്ട് ഇടപെട്ട് പെരുമാറി വരുന്നതെല്ലാം അടുത്തടുത്ത് വരുമ്പോഴത്തേക്ക് അത് വിരക്തിയിലേക്ക് വരുന്ന ഒരു കാഴ്ചപ്പാട്. അതിവരെ കണ്ടമാനം തളർത്തി കളഞ്ഞു. ഒരു നിരാശ്രയെ പോലെ എത്തപ്പെട്ട സ്ഥലത്തും വീണ്ടും തിരസ്കരിക്കപ്പെടുക മാത്രമല്ല, ഇദ്ദേഹം അവിടെ എല്ലാം ഒരു ഗോസിപ്പ് പോലെ ഇവരുമായിട്ടുള്ള റിലേഷനെ പറഞ്ഞങ്ങ് പരത്തി. കാരണം ഇവർ കണ്ടാൽ വലിയ തരക്കേടില്ലാത്ത സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ മറ്റു പലരും ഇവരോട് സൗഹൃദം സ്ഥാപിക്കാൻ വരുന്നുണ്ട്. അതിൽ ഒരു അസൂയപ്പെട്ടുകൊണ്ട് ഇവരെ പറ്റി ഇവരുമായിട്ട് നല്ല റിലേഷൻ ആണെന്നുള്ളത് അടിച്ച് പബ്ലിസിറ്റിയും വരുത്തി. അപ്പോൾ ഇവർക്ക് അനങ്ങാൻ പാടില്ലാത്ത അവസ്ഥയിൽ എത്തിക്കാം. ഗത്യന്തരമില്ലാതെ ഇവർ ഹസ്ബൻഡിൻ്റെ അടുത്ത് കാര്യം തുറന്നു പറഞ്ഞു. ഇയാളുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധമുണ്ട്, ഇങ്ങനെ പെട്ടുപോയതാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കാത്തതുകൊണ്ടല്ലേ, കരുതൽ തരാത്തതുകൊണ്ടല്ലേ, ആ തെറ്റിനെ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇതൊക്കെ പറഞ്ഞെങ്കിലും ആദ്യം അദ്ദേഹം ഒന്ന് കേട്ടു, അധികം വഴക്കൊന്നും പറഞ്ഞില്ല. ഓക്കെ, നിനക്ക് നിന്റെ അയക്കൂ. അപ്പം വീണ്ടും ഭർത്താവ് കൂടുതൽ കൈ ഒഴിയാൻ തുടങ്ങി, പുറത്തേക്കും വിടാതെ ആയി. സ്നേഹിച്ച വ്യക്തിയെ ഉപേക്ഷിച്ചു, മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചു. ഈ അവസരത്തിലാണ് ഇവർ ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്നത്. അവർ പറയുന്നത് എന്നിലേക്ക് ട്രിഗർ ചെയ്യപ്പെടുന്ന ആ വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അയാൾ സുഖമായിട്ട് ഇപ്പോൾ അവിടെ കഴിയുന്നു, സമൂഹത്തിൽ വലിയ മാന്യനായിട്ട് കഴിയുന്നു, എല്ലാവരുടെ ഇടയിൽ പഴയ പോലെ തന്നെ ഓടി പ്രസരിപ്പോടെ നടക്കുന്നു. ഇത് കാണുമ്പം അറിയുമ്പം ഞാൻ അനുഭവിക്കുന്ന ഒരു നീറ്റലുണ്ട്. ഇതാണ് ഇവരെ മതിക്കുന്നത്. അതുകൊണ്ട് മരിക്കാനാണ് തീരുമാനിച്ചത്. ഞാൻ അവരോട് പറഞ്ഞത്രേ ഉള്ളൂ, നമ്മൾ അത്രത്തോളം കൂടുതൽ ചിന്തിക്കുന്നവർ നിങ്ങൾ കൂടുതൽ ഡീപ്പിലേക്ക് പോവുകയും നിങ്ങൾക്ക് ഇത് കണക്കുള്ള ദുരനുഭവങ്ങളുടെ തിക്തത കൂടി വരികയുള്ളൂ. നമുക്ക് സ്വാതന്ത്ര്യമുള്ള ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്യും. ഒരു വ്യക്തിയിൽ 2-3 വ്യക്തിത്വങ്ങളാണുള്ളത്. ഒന്ന് നമ്മൾ പരസ്യമായ വ്യക്തിത്വമാണ്, അതാണ് നമ്മൾ കാണുന്നത്, അതിനെ ബയോഡേറ്റ എന്ന് പറയും. രണ്ടാമത്തത് മൈൻഡ് ഡേറ്റ എന്ന് പറയും, സ്വകാര്യമായ ഒരു വ്യക്തിത്വമുണ്ട് എല്ലാവർക്കും. മൂന്നാമത്തത് സീക്രട്ടായിട്ടുള്ള രഹസ്യമായ ഒരു വ്യക്തിത്വമുണ്ട്. അപ്പോൾ 3 വ്യക്തിത്വമുണ്ട്. ഈ രഹസ്യമായ വ്യക്തിത്വത്തിൻ്റെ താക്കോൽ ഓരോരുത്തരുടെ ഉള്ളിൽ അവരിൽ മാത്രമേ ഉണ്ടാവൂ. അവിടെയുള്ള ക്വാളിറ്റിയാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് പറയും. ഇവർ ബയോഡേറ്റയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അടുത്തടുത്ത് വന്നപ്പോഴാണ് മൈൻഡ് ഡേറ്റ അലൈൻഡ് അല്ല എന്ന് മനസ്സിലാകും. അതങ്ങനെയാണ് എല്ലാവരുടെയും. മൂന്നാമത്തെ അറിയ ആത്മതലത്തിലേക്ക് ഈ പൊള്യൂഷൻ വന്നു കഴിഞ്ഞാൽ എക്കാലവും ഒരു ദുരിതത്തിലേക്ക് പോകും. അതുകൊണ്ട് എന്ത് വേണം, തേടറിയായിട്ടുള്ള ആത്മതലത്തിലേക്ക് ശക്തി കൂട്ടുക, അവിടെ പരമാവധി സന്തോഷം നിറയ്ക്കുക. ഇനി മുതൽ ഒരു മുറിയിലാണ് കഴിയുന്നെങ്കിലും ഇന്നത്തെ ദിവസം ഞാൻ അകത്തേക്ക് വിടുന്നത് നല്ല സന്തോഷമുള്ള മൂമെന്റ്സ്, ചെറിയ കാര്യങ്ങളായിക്കോട്ടെ. ഇന്നത്തെ ദിവസം നമുക്ക് മുമ്പ് ലഭിച്ച പല സന്തോഷമുള്ള നിമിഷങ്ങൾ, ഇതെല്ലാം ബോധപൂർവം കോൺഷ്യസ്ലി ഓർത്ത് ചാർജ് ചെയ്യുക നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ. ഒപ്പം പ്രാർത്ഥിക്കേണ്ടത് ഇതിൽ നിന്ന് രക്ഷിക്കാനല്ല, എനിക്ക് ശക്തി തരണേ, മനസ്സിന് ശക്തി തരണേ. അങ്ങനെ ശക്തി കൂട്ടാനുള്ള പ്രാർത്ഥനയും ഒപ്പം സന്തോഷവും ജന്മാവകാശമായി നിലവിലുള്ള സാഹചര്യത്തിൽ വെച്ച് നിറച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതൊരു ഹാബിച്വലായി മാറിയാൽ ഇവർക്ക് സന്തോഷത്തിനുള്ള സാഹചര്യം മാത്രമേ പുറമേ നിന്ന് ഇങ്ങോട്ട് എത്തപ്പെടുകയുള്ളൂ. ഇത് നമ്മൾ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ തകർന്നിരിക്കുന്ന സമയത്ത് ഇത് ഓർക്കില്ല. സാഹചര്യങ്ങൾക്ക് നോക്കി കൂടുതൽ ടോക്സിക് എഫക്റ്റ് ഉള്ളിലേക്ക് പിടിപ്പിക്കും. ഇതൊരു പ്രാക്ടീസ് തുടർന്നു. അധിക നാൾ കഴിഞ്ഞില്ല, ഇവർക്ക് പ്രതികൂലമായിരുന്ന വ്യക്തി അവിടെ നിന്ന് പോകാനിടയായി നാട്ടിലേക്ക് എന്നേക്കുമായി. അതുകൊണ്ട് അത് ഓർക്കേണ്ടി വരുന്നില്ല. ഹസ്ബൻഡ് വളരെ അത്ഭുതകരമായ രീതിയിൽ ഇവരെ കൂടുതൽ കെയർ ചെയ്യാൻ തുടങ്ങുന്നു. അദ്ദേഹത്തിന് പറ്റിയൊരു അമളിയാണ് പുറത്തു നിന്ന് കേട്ടോ. വേറെ ഓരോ വ്യക്തികൾ ഇതേപോലെ റിലേഷനിൽ പറ്റിച്ചു പുള്ളി. അപ്പോഴാണ് സ്വന്തം വീടിൻ്റെ ഒരു സുഖം മനസ്സിലാക്കുന്നത്. വളരെയേറെ കരുതലോടെ പിന്നീട് ഇവരിലേക്ക് തിരികെ എത്തുക. കാരണം എന്താണെന്നൂടെ ഇവർക്കറിയുന്നില്ല. പിന്നീട് എന്നെ വിളിച്ചു പറയുന്നു, ഞാൻ അന്ന് മുതൽ പ്രാക്ടീസ് ചെയ്ത് ഈ മെത്തേഡായിരുന്നു. എന്തും തിരിച്ചു പിടിക്കണമെങ്കിൽ നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ഉള്ളിടത്ത് അത് ചെയ്യുക. സാവകാശം ഒന്ന് വെയിറ്റ് ചെയ്യുക, ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാനുള്ള അകത്തേക്ക് കൊടുത്താൽ ഉറപ്പാണ് ഏത് പ്രതികൂല സാഹചര്യവും നമുക്ക് അനുകൂലമാകുന്നു. അതിനു പകരം ഹിറ്റ് ചെയ്ത് പോയിരുന്നാലോ അവനവന് പോയി. മറ്റാർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല ഈ ലോകത്ത്. ഒരിക്കൽ മാത്രമാണ് നമുക്ക് ഈ അവസരം ലഭിച്ചിരിക്കുന്ന ഈ ലോകത്തേക്ക്
ഇവിടെ എല്ലാം ഒരുക്കിയിട്ടുമുണ്ട്. ഇനി യഥാവിധി കറക്റ്റ് കണ്ടുപോകാൻ സാധിച്ചാൽ എത്രയോ വിലപിടിപ്പുള്ള ജീവിതമാണ് നിങ്ങളുടേത്. അത് നശിക്കാതിരിക്കുന്നു. ഇല്ലാതാകാത്ത ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.